C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കൃഷ്ണകുട്ടി ചേട്ടാ, ഈ അമ്മമാരുടെ ഹൃദയമാ മക്കളുടെ കാമുകിമാർക്കും ഭാര്യമാർക്കും എതിരെയുള്ള പ്രധാന ആയുധം. വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ മക്കളെ പിടിവിട്ട് എങ്ങോട്ടും പോവില്ല. ഒന്ന് പതുക്കെ പറയടി, അവനെ ഞാൻ കേക്കോന്നേ. ഏയ്, അവന് ഏതെങ്കിലും പുസ്തകത്തില് തല പൂഴ്ത്തിയിരിക്കുമായിരിക്കും. നിന്റെ ഒരു കാര്യം. ഹലോ രാജീവ് സർ, ഞാൻ ശ്യാമയാ, ശാരദാമ്മയുടെ ഇളയ മോള്. എന്താ ശ്യാമേ? അമ്മ വല്യേച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാ. പക്ഷെ ഇപ്പൊ വല്യേച്ചി ഇവിടെ കാണാനില്ല. അമ്മ വല്യേച്ചി ഒരുപാട് വഴക്കു പറഞ്ഞു, എല്ലാവരുടെ മുന്നിൽ വെച്ച്. കുറേ നേരം വീട്ടിലേക്ക് കയറാതെ നിൽക്കുമായിരുന്നു. പിന്നെ നോക്കിയപ്പോ കാണാനില്ല. ഫോണൊക്കെ ഇവിടെ വെച്ച് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചു പോയതുപോലെയാ. എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട വിഷമത്തില് വല്യേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ? ശ്യാമ ഫോൺ വെച്ചോ, ഞാൻ ദാ ഇപ്പൊ എത്തി. ഇല്ലെങ്കിൽ അവൻ പിന്നെയും ആ മൂശേട്ടയ്ക്ക് പിന്നാലെ പോയേനെ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞൊന്ന് ചിരിക്കാതെ വയ്യ. ചിരിക്കാൻ ഞാനും കൂടെ കൂടട്ടെ? രാജീവേ, അമ്മ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടമ്മേ. എനിക്ക് ശരിക്കും അപ്പം നെഞ്ചുവേദന വന്നതാടാ. ഞാനൊന്ന് തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണോ അമ്മേ അമ്മയുടെ ഈ തമാശ? ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് മനസ്സ് നൊന്തൊരു പെൺകുട്ടി ഇറങ്ങി പോയിട്ടുണ്ട്. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നശിച്ചാ അവൾ ഇറങ്ങി പോയിരിക്കുന്നത്. കുളത്തിലേക്കോ കായലിലേക്കോ കടലിലേക്കോ എവിടേക്കാന്ന് അറിയത്തില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, അവക്ക് എന്തെങ്കിലും സംഭവിച്ച വീഴുന്നത് ഒന്നായിരിക്കില്ല, 2 ശവമായിരിക്കും. രഞ്ജിനി ചേച്ചി. എന്താ മോളെ? എന്താ രാത്രി ഇവിടെ ആളും ബഹളമൊക്കെ? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഞാനിതുവഴി പോയപ്പോ കേറിയേ ഉള്ളൂ. വല്യേച്ചിയെ കാണാനില്ല ചേച്ചി. ഞാൻ വിചാരിച്ചത് രഞ്ജിനി ചേച്ചി വിവരം അറിഞ്ഞിട്ട് വന്നതായിരിക്കും. നിങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലല്ലേ കംപ്ലൈന്റ് ചെയ്യുന്നത്? അവിടുന്ന് മിസ്സിംഗ് കേസിന്റെ ഇൻഫർമേഷൻ ഒന്നും എന്റെ അടുത്തേക്ക് വരില്ല. ഞാനാണെങ്കിൽ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാനും വൈകി. ഇനി എന്ത് ചെയ്യും ചേച്ചി? എവിടെ പോയി അന്വേഷിക്കും? സങ്കടപ്പെടാതെ മോളെ. ശാരദാമ്മേ, വല്യേച്ചിയെ കാണാതായപ്പോ മുതല് ഇങ്ങനെ രഞ്ജിനി ചേച്ചി. ആരും പറയുന്നതും വിളിക്കുന്നതും ഒന്നും കേൾക്കുന്നില്ല. ശാരദാമ്മയ്ക്കൊരു സമ്മാനം കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. സമ്മാനം? രക്ഷയില്ല. ഇങ്ങോട്ട് ഇറങ്ങ്. പ്രതിയെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മോളെ, എന്ത് പണിയാ വല്യേച്ചി കാട്ടിയത്? എല്ലാരും പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ.
റെയിൽവേ ട്രാക്കിൽ നിന്ന്. ട്രെയിൻ വരുന്ന സിഗ്നൽ വീണ് കിടക്കുന്നത് കണ്ടിട്ടും ട്രാക്കിലൂടെ അങ്ങ് നടക്കുമായിരുന്നു. ബോധം നഷ്ടപ്പെട്ടതുപോലെ കണ്ണുകളൊക്കെ ശൂന്യമായിട്ടങ്ങനെ. ആൾപ്പാർപ്പില്ലാത്ത വഴി കൂടെയുള്ള ട്രാക്ക്. ലെവൽ ക്രോസിനടുത്തെത്തിയപ്പോ ബീറ്റ് പോലീസിന്റെ കണ്ണിപ്പെട്ടു. അവരിടപെടാൻ ഒരു 1/2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ശാരദാമ്മേ വേണ്ട, ഓളകത്തേക്കില്ല. ചെല്ലു മോളെ. എന്താണ് നിന്റെ ഉദ്ദേശം? ശാരദമ്മേ, തല്ലുവും കൊല്ലും ഒന്നും വേണ്ട. കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങള് ഒരുമിച്ചിരുന്ന് പറഞ്ഞു തീർക്കുക വേണ്ടത്. അത് മറ്റുള്ളവർക്കൊരു ചർച്ചയാക്കാൻ ഇട കൊടുക്കരുത്. പലരും നോക്കിയിരുന്ന് രസിക്കത്തേ ഉള്ളൂ. കുടുംബത്തിനുള്ളിൽ ആശയവിനിമയം കുറയുമ്പോഴാ മക്കൾ റെയിൽവേ ട്രാക്കിലേക്കും കായലിലേക്കും ഒക്കെ ഇറങ്ങി പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.